MT നിള എന്ന് പേരിട്ടിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 1ാം നമ്പർ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റേജിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം നടക്കുന്നു. സംഘാടകർ തന്ന കണക്കനുസരിച്ച് 12,000 പേർക്കാണ് 1ാമത്തെ വേദിയിൽ കസേര ഇട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഏറ്റവും കുറഞ്ഞത് 5,000 കസേരകൾ കാണണം. ഈ 5,000 കസേരകളിൽ എത്ര പേരിരുന്ന് മത്സരം കാണുന്നുണ്ടെന്ന് ഒന്നറിയണ്ടേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23 പേരാണ്. ഞാനും ക്യാമറാമാനും കൂടി 25 പേരാണ് ഏതാണ്ട് 5,000 പേർക്ക് ഇരിക്കാവുന്ന ഈ ഭാഗത്തായിട്ട് ഉള്ളത്. അപ്പം നിങ്ങളിൽ പലരും വിചാരിക്കും തൊട്ടപ്പുറത്ത് കുറേ ആളുകൾ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ അല്ലേ എന്ന്. നോക്കാം. നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ഭാഗത്തുണ്ടായിരുന്ന അത്ര തന്നെ സീറ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധ്യത കുറവാണ്. ഏതാണ്ട് 1,000 സീറ്റിൻ്റെങ്കിലും കുറവ് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അവിടത്തേക്കാൾ ഭേദമാണ്. ഏതാണ്ട് എല്ലാം കൂടി നമ്മൾ എണ്ണിപ്പെറുക്കി എടുത്താൽ ഒരു 50-60 പേർ ഇവിടെയും ഉണ്ടാവും. എന്താണ് മന്ത്രി ഇതിങ്ങനെയെന്ന് ചോദിച്ചിരുന്നു. ഉത്തരവും കിട്ടി. കാണികൾ വരാൻ വേണ്ടി കോട്ട കൊടുക്കാൻ പറ്റില്ല, അതാണ് വേറെ പ്രശ്നം. അവരെ സ്വയം തോന്നി വന്നാലേ പറ്റുള്ളൂ. ഈ തിരുവനന്തപുരത്ത് ഓണാഘോഷം, ഡാൻസ് ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ, പുഷ്പോത്സവം, ഇപ്പം പുഷ്പോത്സവം കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ആളുകൾ കണ്ടിരിക്കുക. മന്ത്രി ന്യായീകരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തുകാരെ നിങ്ങളൊന്ന് ഇറങ്ങണം, ഉഷാറാക്കണം, അല്ല പിന്നെ ആകെ നാണക്കേടാവും. എന്ന് മാത്രമല്ല, പിള്ളേർക്കൊന്ന് ആവേശത്തിൽ കളിക്കണമെങ്കിൽ സദസ്സിൽ ആൾ വേണ്ടേന്നേ. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ.